നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നെഞ്ചുവേദനയെ തുടർന്നെത്തിയ യുവാവ് മരണപ്പെട്ടു. ചികിത്സ നൽകാൻ 3 മണിക്കൂർ വൈകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അതിനെ തുടർന്ന് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വൻ പ്രതിഷേധം ഹോസ്പിറ്റലിൽ അരങ്ങേറി. BJPയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടത്തി. ഇതിനു മുൻപും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുപോലെ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഭവം അറിയത്തില്ല, നെഞ്ചുവേദനയാണെന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ അളിയനാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിളിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാനക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കഴിയുമ്പോൾ ആളിയെന്ന് തന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ പിന്നെ ആൾ പോയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ജോലി വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ പുള്ളിക്കാരനെ 7 മണിക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ 7 മണിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പോൾ 1 മണിക്കൂർ സമയം കൊണ്ട് ഇവർക്ക് റെഫർ ചെയ്താൽ മതിയായിരുന്നു, ഇവിടെ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ. പിന്നെ 3 മണിക്കൂറും കണ്ട് ഇവിടെ വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇ സി ജിയിൽ എന്ന വേരിയേഷനൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. അറ്റാക്കാണ് പുള്ളിക്ക്. ECGയിൽ വേരിയേഷനൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പം 10 മണിക്ക് എങ്ങാണ്ടാണ് മരിക്കുന്നത്, 10 മണിക്കോ 9:30 എങ്ങാണ്ടാണ് മരിക്കുന്നത്. അത്രയും സമയം ഇവിടെ കിടത്തേണ്ട കാര്യമില്ലായിരുന്നു. പറഞ്ഞ ഒരു അമ്പലപ്പുറത്തുള്ള 34 വയസ്സുള്ള ഒരു പയ്യനെ ഒരു 7-7:15 ആയപ്പോൾ ഇവിടെ സുഖമില്ലാതെ കൊണ്ടുവന്ന് പറഞ്ഞു. ആ അസുഖം എന്താണെന്നുള്ള അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് പുള്ളിക്കാരൻ നെഞ്ചുവേദനയായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്. പുള്ളിക്കാരൻ അലയടിച്ച് എന്നുവെച്ചാൽ കരഞ്ഞുകൊണ്ട്, നല്ല വൃത്തിയായിട്ട് കരഞ്ഞുകൊണ്ടാണ് എന്നെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറയും. അപ്പോൾ അതിന് ഈ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അനാസ്ഥ കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെയും 1 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെയും അച്ഛനെന്ന് പറയുന്നത്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ ആ ഒരു സ്ത്രീയുടെ വിലാപം എന്തുമാത്രം ആയിരിക്കും എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കണം. ഈ ആശുപത്രിയുടെ അനാസ്ഥാനം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അനുഭവമേ ഉള്ളൂ. ഞങ്ങൾക്കിപ്പം ആർമ വന്ന് ന്യായം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഇതിനെന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് മറുപടി കിട്ടണം, അതിൻ്റെ നടപടി ഉണ്ടാവണം. കേരളത്തിൽ വേറെയും താലൂക്ക് ആശുപത്രികളുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്, എല്ലാ ജനറൽ ഹോസ്പിറ്റലുണ്ട്. ഇതെങ്ങും ഇല്ലാത്ത കൊട്ടാരക്കര, കേരളത്തിൽ ഇത്രയും നശിച്ച ഒരു ആശുപത്രി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കാണത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇത്രയും പോലീസ് അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ കയറേണ്ടൊന്ന് കയറുകയും ചെയ്യും. സർക്കിൾ ഇൻസ്പെക്ടർ സാറ് നടപടി എടുത്ത് അവരെ വിളിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ വരട്ടെ, അല്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിയമം കയ്യിലെടുക്കും. 33 വയസ്സുള്ള ഒരു പയ്യനാണ് മരിച്ചത്. 3 വയസ്സുള്ള ഒരു മകനും 1 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ അവർക്ക് കൊടുക്കുമോ? അവർ ഈ അമൃതാന ഡോക്ടർ അവർക്ക് അച്ഛനെ കൊടുക്കുമോ? അപ്പോൾ അതൊന്നും വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല സാറേ, അതൊന്നും പറ്റത്തില്ല. ഒരുപാട് സംഭവങ്ങളായി. മരിച്ച ആളാണ് പറഞ്ഞത് എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോകാനല്ലേ? മരിച്ച ആളാണ് പറഞ്ഞത് എങ്ങോട്ടേലും ഒന്ന് കൊണ്ടുപോകുക, എൻ്റെ സ്വന്തം ജീവന് വേണ്ടി. എന്തൊരു അവസ്ഥയാണ്, എന്തൊരു നിസ്സഹായ അവസ്ഥയാണ്. സ്വന്തം ജീവന് വേണ്ടി കേഴുന്നൊരു അവസ്ഥ. ഞങ്ങൾക്കറിയാനുള്ള ഞങ്ങളുടെ ഒരു അമ്പലപ്പുറത്ത് ഒരു സ്വദേശി, ഒരു യുവാവ് ഇന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ എത്തി. ഇല്ല സാറിന് അറിയാമായിരിക്കും, അതോ കാര്യങ്ങൾ സാറ് പഠിച്ചു കാണുമല്ലോ. ഇപ്പോൾ വന്നിട്ട് അറിയാം. 7 മണിക്ക് ഇവിടെ എത്തി. നടന്നാണോ? അതേ ഓട്ടോ വിളിച്ച് വന്ന് നടന്നാണ് ഇവിടെ ഭാര്യയായിട്ട് വന്നിട്ടുള്ളത്. അതേ ഇവിടെ കിടന്ന് നിലവിളിച്ചു. നിങ്ങളെന്തോ ECG ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, വേരിയേഷൻ ഇല്ല, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞവിടെ കിടത്തി. ആ പാവപ്പെട്ടവൻ സാർ ഇത് സാധാരണ വേദന അല്ല, അസ്വാഭാവിക വേദനയാണ്, നെഞ്ച് പൊട്ടുന്നു, എനിക്ക് പോകണം, എന്നെ എങ്ങോട്ടെങ്കിലും വിടുന്ന പറഞ്ഞാൽ 3 മണിക്കൂർ ആ ഒരു യുവാവ് അവിടെ കിടന്ന് നിലവിളിച്ചു. ഇല്ലേ? ഇല്ല സാറ് പറയാൻ പറ്റും. ഇവിടെ കണ്ട ദൃക്സാക്ഷികളുണ്ട്, ഞങ്ങൾ വിളിക്കാം, ദൃക്സാക്ഷികളെ വിളിക്കാം. എന്നിട്ട് 3 മണിക്കൂർ വിട്ടിരുന്നു. എന്നിട്ട് ആ യുവാവ് മരണപ്പെട്ടു. എന്താ സംഭവിച്ചത്? രാവിലെ കാഷ്വാലിറ്റി വന്നിരുന്നു, നെഞ്ചുവേദനയും ക്ഷീണമായിട്ടാണ് വന്നത്. അപ്പോൾ ECG എടുത്തു, കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അയാൾ ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകണമെന്ന് സെക്യൂരിറ്റിയുടെ എന്തോ പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ആൾ ഭക്ഷണം മേടിച്ചുകൊണ്ടേ കൊടുത്തു. അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എന്തോ പെയിൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോഴാണ് ഫിസിഷ്യൻ കൺസൾട്ടേഷൻ വെച്ചത്. പോയി തിരക്കിട്ട് വന്ന ആളല്ല, ഞാൻ എന്നെ മൊത്തം പറയാൻ സമ്മതിച്ചാലും. അപ്പോൾ ഇദ്ദേഹം ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ അറിയണേ. ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞു, വിട്ടില്ല. അങ്ങനെ കൂടെ വന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചു. അത് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് വീണ്ടും എന്തോ പെയിൻ വന്നു. അങ്ങനെ അനിൽകുമാർ ഡോക്ടർ വന്ന് കണ്ടിട്ടാണ് വീണ്ടും ഒരു ഇഞ്ചക്ഷൻ വഴി. അപ്പോൾ ഇതിനിടയ്ക്ക് ECGയിൽ ചേഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു ബ്ലഡ് ടെസ്റ്റ് ആദ്യമേ വിട്ടിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് വരുന്നവരെയാണ് പുള്ളി ഇവിടെ കിടത്തിയിരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കാണ് പുള്ളിക്ക് വീണ്ടും ചെസ്റ്റ് പെയിൻ വന്നത്. അറ്റാക്ക് ആണെന്ന് കൺഫേം ചെയ്യാൻ ഡ്രോപ്പ് ടെസ്റ്റ് വിട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റ്.
അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിക്ക് എന്തോ ഫിറ്റ്സ് പോലെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ രണ്ടാമത് പോയി കണ്ട് പുള്ളിക്കാരന് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പോയപ്പോഴാണ് ഇയാൾ അറസ്റ്റിൽ പോയത്, കാർഡിയക് അറസ്റ്റിൽ പോയത്. അപ്പം പുള്ളിക്ക് ECG എടുത്തപ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരുന്നു, ഷോക്ക് കൊടുത്തു, നമ്മൾ ഡീഫിബ്രിലേറ്റർ ഷോക്ക് കൊടുത്തു. അപ്പോഴത്തേക്ക് അനിൽകുമാർ ഡോക്ടർ വന്നു. എന്നിട്ട് ഇവർക്ക് ട്യൂബ് ഇടാൻ ഇവർക്ക് കഴിയാത്തതുകൊണ്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ വന്നാണ് അദ്ദേഹത്തിന് ട്യൂബ് ഇട്ടത്. അതാ ഞാൻ പറഞ്ഞു ഇപ്പം വന്ന് അറിയുന്നത്. ആദ്യത്തെ ഒരു അരമണിക്കൂർ മുമ്പ് എടുക്കുന്ന ECG അപ്പോഴപ്പോഴേ പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിലേ ആദ്യം എടുക്കുന്ന ECG കുഴപ്പമില്ലായിരുന്നു. അപ്പൊ വീണ്ടും എടുത്തപ്പോൾ കുഴപ്പമുണ്ട്. അപ്പൊ ആദ്യത്തെ കുഴപ്പം ആരുടെയാണ്? ആദ്യം എടുത്ത ECG വേരിയേഷൻ ഇല്ലെന്ന് പറഞ്ഞു. ഒന്ന് നിങ്ങൾ നോക്കിയതിന്റെ കുഴപ്പമായിരിക്കും. പിന്നെന്താ രണ്ടാമത് വന്ന ചേഞ്ചസ് അറ്റാക്കിന്റെ ചേഞ്ചസ് അല്ല, കാർഡിയക് അറസ്റ്റ് പോയിന്റ് ചേഞ്ചസ് ആണ്. കാർഡിയക് അറസ്റ്റ് പോയിന്റാണ് ഷോക്ക് കൊടുത്തത്. അത് അറ്റാക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നത്. ആദ്യം വന്നപ്പോൾ ആളുടെ ECGയിൽ അറ്റാക്കിന്റെ ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് വിട്ടു. ഈ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വരുന്നതിന് മുമ്പ് അയാൾക്ക് കാർഡിയക് അറസ്റ്റിൽ പോയി. ഈ കാർഡിയക് അറസ്റ്റാണ് ECGയിൽ കണ്ടത്. അപ്പോഴാണ് ഷോക്ക് കൊടുത്തത്. ഈ ഷോക്ക് കൊടുത്ത് അയാളെ കൃത്രിമ ശ്വാസം കൊടുക്കാനായിട്ട് ട്യൂബ് ഇട്ടു. ആ ട്യൂബ് ഞാനാണ് ഇട്ടത്. ആ ട്യൂബ് ഇട്ട് അയാൾക്ക് 20 മിനിറ്റോളം സ്വാഭാവികമായിട്ടും പുള്ളി നെഞ്ചുവേദന എടുത്ത് വന്നത് അല്ലെ ബ്ലോക്ക് ഉണ്ടായിട്ടോ എവിടെയെങ്കിലും ഇത് ബ്ലോക്ക് ആയിട്ടായിരിക്കും ഇവിടെ വന്നത്. അത് കൺഫേം ആക്കാൻ ടെസ്റ്റ് എടുത്തോ, ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ലെന്ന് നിങ്ങളുടെ കിടത്തിയിട്ടില്ല, മണിക്കൂറോളം കിടത്തിയില്ല ഇവിടെ. സാർ മണിക്കൂർ ഇവിടെ സംസാരിക്കാൻ സമ്മതിച്ചാലേ എനിക്ക് വ്യക്തമാക്കാൻ പറ്റും. സാർ അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അല്ല അങ്ങനെ അങ്ങനെ നിങ്ങളുടെ വാക്കൊന്നും ഇവിടെ കേൾക്കത്തില്ല. ഈ സാർ സർക്കാരിന്റെ ഡോക്ടർ ആണെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കണമല്ലോ. സാർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സാർ ആദ്യം വന്ന പേഷ്യന്റ് നെഞ്ചുവേദന എടുത്ത് പേഷ്യന്റ് സ്വാഭാവികമായിട്ട് നെഞ്ചുവേദന എന്തൊക്കെ കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട് വരാം, ബ്ലോക്ക് ആവുന്ന കൊണ്ടുവരാം, അല്ലെ പല കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പൊ അവർ ECG എടുത്തു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് അയാളെ അവിടെ ഇട്ടു. വീണ്ടും അയാൾ അവിടെ ഇട്ടു. അതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾക്ക് കാണണം. എത്ര മണിക്ക് ടെസ്റ്റ് വിട്ടു, എപ്പോ ഇത് പറഞ്ഞു നോക്കണേ സാർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാൾ ഇവിടെ നിലവിളിക്കണം. അയാളെ എങ്ങോട്ടേലും സ്വന്തം ജീവന് വേണ്ടി എങ്ങോട്ടേലും എന്നെ കൊണ്ടുപോകുന്ന ബന്ധുക്കളാണ് നിൽക്കുന്നത്. സാർ നിങ്ങൾ അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ ഒന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലോട്ട് ഇവിടെ വരുന്ന കാലാകാലങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ അത്ര സീരിയസ് പേഷ്യന്റ് ആണ്? നിങ്ങൾ എന്തും നിങ്ങളുടെ അനാസ്ഥ കൊണ്ടല്ലോ ജീവൻ നഷ്ടപ്പെട്ടത്. പിന്നെ സാറേ നിങ്ങൾ റെഫർ ചെയ്ത് വിടണം. നിങ്ങൾക്ക് ഇവിടെ ഈ ആശുപത്രി സംവിധാനം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ വിടണമായിരുന്നു. നിങ്ങളുടെ അനാസ്ഥ കൊണ്ടാണ് മരണപ്പെട്ടത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ നിങ്ങൾ യഥാസമയം നിങ്ങൾ ചികിത്സ കൊടുത്തിട്ടും മരണപ്പെട്ടു എന്ന് പറഞ്ഞേ. ഞാൻ ചോദിക്കും സാർ ഇവിടെ വന്നപ്പോ സമയം മുതൽ അയാൾക്ക് കൃത്യമായ ചികിത്സ നൽകി എന്നിട്ട് മരണപ്പെട്ടു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ കൺഫർമേഷന് വേണ്ടി ടെസ്റ്റ് വിട്ടു. ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അറസ്റ്റിൽ പോയി. അതിനുശേഷമാണ് റിസൾട്ട് ആണ്, അത് പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ സമയ താമസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് നടപടി എന്താണ്? അതെന്താണ് ഇതിന്റെ അടുത്ത വ്യക്തമായ കാരണം? ഡോക്ടർ അമൃത ഇവിടെ ഇല്ലേ? ഇപ്പോ ഡോക്ടർ അമൃത ഇവിടെ ഇല്ലേ? ആ ഡോക്ടർ അമൃത വിശദീകരിക്കട്ടെ. ഡോക്ടർ അമൃതയാണ് സാർ ചികിത്സിച്ചത്. അല്ല ഉന്നത അധികാരികൾ അറിയിച്ച പറ്റും. ഞങ്ങളിവിടെ ഇവരുടെ മരണപ്പെട്ടവരുടെ ബന്ധുക്കളോട് നിൽക്കുന്നത്. നിങ്ങൾ ഉന്നത അധികാരികൾ അറിയിക്കണ്ട. നിങ്ങളെ കൊണ്ടുപോയത് ഇവിടെ അവരുടെ ബന്ധുക്കൾ നിൽപ്പുണ്ട്, പൊതുപ്രവർത്തകർ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് അറിയണം. അല്ല നിങ്ങൾ ഉന്നത അധികാരികളാരുണ്ട്, ഇവർക്കാരുണ്ടത്, ബന്ധുക്കൾക്കാരുണ്ടത്, അതിനുള്ള അവകാശം അവർക്കില്ലേ? സാറ് പറയാം അതിനുള്ള അവകാശം എടുക്കില്ലേ? ഉണ്ടെങ്കിൽ അവർക്ക് അറിയണം. അല്ല ഡോക്ടർ അമൃതയ്ക്ക് സംഭവിച്ച പിഴവ് എന്താണെന്ന് ഇവിടെ അറിയണം. അവര് ചോദിച്ചു 3 മണിക്കൂർ കരഞ്ഞു. റിസൾട്ട് തന്നെ നോർമൽ ടൈമിൽ തന്നെ വന്നത്. എത്ര ടൈം എടുത്തു എന്നുള്ളത് അന്വേഷിച്ചായിരുന്നു സാർ? റിസൾട്ട് വിട്ടു, റിസൾട്ട് സമയത്ത് തന്നെ വന്നത്. കാരണം ഇത് അങ്ങനെ അധികം സമയം എടുക്കുന്ന ഒരു ടെസ്റ്റ് അല്ല. അറിയാം, അരമണിക്കൂർ എടുക്കുന്ന ടൈം എടുക്കും. അപ്പോഴത്തേക്ക് സാർ ഇത്ര നേരമായിട്ട് വന്ന് അന്വേഷിച്ചായിരുന്നു? അല്ല, സമയത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കൺഫേം ചെയ്യാം. ഒരു മരണം സംഭവിച്ചിട്ട് അല്ല ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾക്ക് അത് അറിയേണ്ടത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സമയത്തിന്റെ ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ പോയി തന്നെ ഒന്നെങ്കിൽ അമൃത ഡോക്ടറെ വിളിച്ചു, ചികിത്സ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരും. അല്ല ഞങ്ങൾ പിരിയത്തില്ല. ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കും. അല്ല റിസൾട്ട് കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ടുള്ളത്. അല്ല എപ്പോഴാ വിട്ടത് എന്നുള്ളതല്ല, വിട്ടത് കറക്റ്റ് സമയത്ത് തന്നെ വന്നത്. ഇല്ല അത് സമയത്തിന്റെ കാര്യം ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ. ഞാൻ പേഷ്യന്റിനെ കണ്ടതാണ്. രാവിലെ പേഷ്യന്റ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ECG എടുത്ത ശേഷം കണ്ടു. ഞാൻ ചോദിച്ചതല്ല മാഡം, ചോദ്യം വ്യക്തമാണ്. മാഡം ആണോ അദ്ദേഹത്തെ ചികിത്സിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യം മാഡം കണ്ടില്ല. മാഡം ഇവിടെ വരുന്ന ഒരുപാട് പേരെ കാണുന്നു. ഞാൻ ചോദിച്ചതല്ല ഇവിടെ വന്ന് മരണപ്പെട്ട യുവാവിനെ ചികിത്സിച്ചത് ഡോക്ടർ അമൃതയാണോ? ഞാൻ എന്റെ സൗണ്ട് കുറയ്ക്കാൻ മാഡം ശ്രമിക്കണ്ട. അതിന്റെ ജന്മനോട് സൗണ്ടാ കേട്ടോ. അത് മാഡം ചികിത്സിക്കേണ്ട. മാഡം ഇവിടെ ചികിത്സ വേറെ കാര്യം ചികിത്സ കൊടുക്കുക. എന്നെ ചികിത്സിക്കാൻ മാഡം വരണ്ട. ഓക്കെ ഇവിടെ ഇത് പറഞ്ഞാൽ മതി. മാഡമാണ് ചികിത്സിക്കാൻ ചോദിച്ചത്. അപ്പോൾ മാഡം എന്താ ഞാനാണ് കണ്ടു മാഡം ഒരുപാട് പേരെ കാണുന്നുണ്ട്. മാഡം ആണോ ഈ യുവാവിനെ, അതായത് രാജേഷ് എന്ന പേരുള്ള യുവാൻ ചികിത്സിച്ചത്, മരണപ്പെട്ട യുവാൻ ചികിത്സിച്ചുള്ളൂ? എന്താണ് സംഭവം? എന്താണ് പുള്ളി മരണപ്പെടാൻ കാരണമായിട്ട്? നിങ്ങളുടെ അനാസ്ഥയല്ലേ? പേഷ്യന്റ് വന്നത് ഒരു നെഞ്ചുവേദന, ഒരു ക്ഷീണം എന്നുള്ള രീതിയിലാണ് വന്നത്.
അത് കഴിഞ്ഞ് ECG എടുത്തു പേഷ്യന്റിന്റെ. ക്ഷീണമല്ല നെഞ്ചുവേദന. ഞാനൊന്ന് ഇവര് ന്യായീകരിക്കാൻ ശ്രമിക്കല്ലേ? ഞാനൊന്ന് പറഞ്ഞത് ECG എടുക്കാൻ പറഞ്ഞു. ECG എടുത്തു. പേഷ്യന്റിന് ECG വേരിയേഷൻ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗ്യാസിൻ്റെതാണെന്ന് വിചാരിച്ച് പാൻഡോപ്പിന്റെ ഇഞ്ചക്ഷൻ കൊടുത്തു. BP ഒരു അല്പം കൂടുതലായിരുന്നു, അതിന്റെ മരുന്ന് കൊടുത്തു. ഒരു തൈമിൻ, ആൽക്കഹോളിക് ആണ് പേഷ്യന്റ്, അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു തൈമിൻ്റെ മരുന്ന് കൂടി കൊടുത്ത് ഒരു ഫ്ലൂയിഡ് ഇട്ട് ആളെ കിടത്തിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഫിസിഷ്യനെ കാണാൻ വിട്ടിരുന്നു. ഒരു ഡ്രോപ്പായി റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പേഷ്യന്റ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു, ബ്ലഡ് ടെസ്റ്റ്. അതിൻ്റെ ഇടയിൽ വീണ്ടും റെസ്റ്റ്ലെസ് ആയപ്പോഴത്തേക്കും ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്ന വിഡ്രോവൽ പോലത്തെ ഫീച്ചേഴ്സാണ് പുള്ളി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള ഇഞ്ചക്ഷൻ നമ്മൾ കൊടുത്ത് പേഷ്യൻ്റ് കാഷ്വാലിറ്റിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു സീഷർ പോലെ വന്ന് പേഷ്യൻ്റ് അറസ്റ്റിലേക്ക് പോയത്. അത് നമ്മളെല്ലാ CPRും കൊടുത്തു, പേഷ്യൻറ്റിന് ഇൻറ്റുബേറ്റും ചെയ്തു. പേഷ്യൻറ്റിന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നുകളും ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. നിലവിളിച്ചില്ലേ മാഡം? ബന്ധുക്കൾ, ഞങ്ങൾ ബന്ധുക്കളാണ് നിൽക്കുന്നത്. ഇവിടെ കിടന്ന് സാക്ഷികളെ കണ്ടു ഞങ്ങൾ പറഞ്ഞു. ഇവിടെ കിടന്ന് നിലവിളിച്ചു അയാൾ പയ്യൻ. എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടെടുക്കുന്നു. നിങ്ങൾ അതിനൊന്നും എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ആ മനുഷ്യന്റെ ജീവന് വേണ്ടി കേഴുന്നതിന് നിങ്ങൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? മനുഷ്യ പരിഗണന കൊടുത്തില്ല നിങ്ങൾ? മാഡം, നിങ്ങൾ ഒരു ക്രിട്ടിക്കലായിട്ട് വന്ന പേഷ്യന്റിനെ നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ അവരെ റെഫർ ചെയ്ത് വിടണ്ടേ? അവർ ജീവൻ രക്ഷിക്കാനല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് തോന്നി ടെസ്റ്റുകൾ എഴുതി കൊടുത്ത മണിക്കൂറുകൾ എടുത്ത് അതുവരെ മരണപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഇതാണോ നിങ്ങളുടെ തീയതിക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? 3.5 മണിക്കൂർ നേരം നിങ്ങൾ എന്ത് ചികിത്സയാണ് നൽകിയത് അയക്കുന്നത്? നിങ്ങൾ ഈ 3.5 മണിക്കൂർ അയക്കുക. നിങ്ങൾ ആ റെഫർ ചെയ്ത് നിങ്ങൾ അതേ മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ജീവൻ ഇന്ന് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അച്ഛൻ ജീവൻ കിട്ടത്തില്ലായിരുന്നോ? 3 വയസ്സുള്ളത് 1 വയസ്സ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. നിങ്ങളുടെ അനാസ്ഥ കാരണം മരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അനാസ്ഥ കാരണം 3 മണിക്കൂർ വേണോ മാഡം? ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പേഷ്യന്റ്, നെഞ്ചുവേദന പേഷ്യന്റ് വരുമ്പോൾ അയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകാനോ റെഫർ ചെയ്യാനോ 3 മണിക്കൂർ സമയം എന്തിനാ മാഡം? ഞങ്ങൾ ഡോക്ടറിന്റെ MBBS പഠിച്ചവരല്ല, പക്ഷെ ഞങ്ങൾക്ക് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവത്തില്ലേ? ഇത് നെഞ്ചുവേദന കൊണ്ട് അറ്റാക്കിന്റെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനാവത്തില്ല. കാരണം ഇയാൾക്ക് ഒരു സീഷർ പോലെ വന്ന ശേഷമാണ് വേണ്ടി വരും. PM കൂടി ചെയ്താൽ മാത്രമേ കൃത്യമായ ഡയഗ്നോസിസ് പറയാൻ പറ്റത്തുള്ളൂ. ശരി, അല്ല ഓക്കെ, പോലീസ് അന്വേഷിക്കണം, അത് വേറെ. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം. ഞാൻ പറഞ്ഞ SHO ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഇത് സംബന്ധിച്ച് കേസെടുക്കും, അന്വേഷിക്കും. സാർ അങ്ങനല്ല, ഇവിടെ ഇതിനു മുമ്പ് വിഷയമുണ്ടായി. സംസാരിച്ചത് ഡിലേ ആക്കണ്ട. ഞാൻ നേരത്തെ സാർ ഡിലേ അല്ല സാർ പോകാനുള്ള തിരക്കായിരിക്കും. അവരുടെ വിഷയം സാർ പരിഹരിക്കണം, ഈ ബന്ധുക്കളുടെ വിഷയം പരിഹരിക്കണ്ടേ? അവർ പോവില്ല. ഡോക്ടർ വന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നിട്ട് എന്ത് മറുപടി കിട്ടി? ശരി ശരി കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അല്ല, സാറിന് ഇവരുടെ മറുപടി കേട്ടിട്ട് എന്ത് മനസ്സിലായി? എന്തെങ്കിലും വ്യക്തത കിട്ടിയോ? ഡോക്ടർ പറഞ്ഞല്ലോ എന്താണ് ചികിത്സ നൽകിയത്? ഇവർ പറയുന്നത് ECG എടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ചെസ്റ്റ് പെയിൻ കാർഡിയാക്ക് പ്രശ്നം കൊണ്ട് മാത്രം ഉണ്ടാവണമെന്നില്ല. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലേ പറ്റൂ. ഏതാ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിന് അങ്ങനെ കേസെടുക്കുന്ന പോലീസിന് നിയമപരമായ കേസെടുക്കാൻ പറ്റൂ. അല്ല നിങ്ങൾ പറയുന്ന കേസെടുക്കാൻ പറ്റൂല. നിലവിൽ ഇപ്പൊ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും. അതിന്റെ ഇൻക്വസ്റ്റ് എന്റെ സഹോദര ചുമ്മാതെ കാര്യങ്ങൾ അറിയാൻ സംസാരിക്കല്ലേ. അതാ പറഞ്ഞേ, നിലവില് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു പാമ്പ് കടിയേറ്റ പയ്യൻ ചികിത്സാ പിഴവ് കൊണ്ട്, അതായത് ചികിത്സ കൃത്യസമയത്ത് നൽകാതെ മണിക്കൂറുകൾ ഇവിടെ നിന്നിട്ട് മരണം സംഭവിച്ചു. അത് മേഡം അറിഞ്ഞിരുന്നോ? പാമ്പടിയേറ്റ പയ്യൻ്റെത് ഇവിടുന്ന് ഡെപ്യൂട്ടി അമ്മ അന്വേഷിച്ചു. അത് കറക്റ്റ് സമയത്ത് തന്നെ അവര് ആന്റി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താമസിച്ചിട്ടല്ല കൊടുത്തേക്കുന്നത്, കറക്റ്റ് ടൈമിങ്ങിന് തന്നെ കൊടുത്തതായിട്ട് നമുക്ക് അന്വേഷിക്കാം. അല്ല മാഡം അത് അന്വേഷിക്കണം, അതിലോട്ട് ഞങ്ങൾ വരാം. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, ഞങ്ങൾ അതിലോട്ട് അന്വേഷണം വരാം. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്, രാവിലെ ഇവിടെ അമ്പലപ്പുറത്തുള്ള സ്വദേശി രാജേഷ് എന്ന് പറഞ്ഞ പയ്യൻ, 2 പിഞ്ചു കുഞ്ഞുങ്ങളുള്ള പയ്യൻ ഇവിടെ നെഞ്ചുവേദനയായിട്ട് വന്നു 7 മണിക്ക്. എന്നിട്ട് നടന്നാണ് വന്നത്. അവസാനം ECG എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഒരു പരിഗണന കൊടുക്കാതെ അയാളുടെ കിടന്ന് 3 മണിക്കൂർ നിലവിളിച്ചിട്ട് പോലും ഒരു പരിഗണന കൊടുക്കാതെ അയാൾ അവസാനം മരണപ്പെടുകയുണ്ടായി. എന്താണ് മാഡത്തിന് ഈ തൊട്ടാരക്ക താലൂക്ക് ആശുപത്രിയിൽ വന്ദനാദാസ് മുതൽ അങ്ങോട്ടും അതിന് മുമ്പിട്ടും നിരവധി മരണങ്ങളാണ് ഇവിടുത്തെ ഡോക്ടറുടെയും ഇവിടുത്തെ ആശുപത്രി അധികൃതരെ അനാസ്ഥ കൊണ്ട് മരണം സംഭവിച്ചിട്ടുള്ളത്. മാഡത്തിന് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത്? മാഡം ഈ വിഷയത്തിൽ ഞങ്ങൾ ഔദ്യോഗികമായി പരാതി ഇപ്പോൾ തന്നെ ഞങ്ങൾ മാഡത്തിന് മെയിൽ ചെയ്യാം. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടൻ തന്നെ BJPയുടെ പരാതി, ബന്ധുക്കളുടെ പരാതി ഞങ്ങൾ മെയിൽ ചെയ്യാം. മാഡം എന്ത് നടപടി എടുക്കും ഈ കേസിൽ? ഞാൻ എന്താണ് അത് അന്വേഷിക്കട്ടെ. നമുക്ക്
നിങ്ങൾ തൽക്കാലം മെയിൽ ചെയ്യൂ, ഞാനൊന്നും നോക്കട്ടെ. അല്ല മാഡം, ശരി, ഞങ്ങൾക്ക് അന്വേഷിച്ച് എപ്പോൾ ഞങ്ങൾക്ക് മറുപടി തരും മാഡം, അത് പറയും. ഞങ്ങൾ ആ സമയം വരെ വെയിറ്റ്, മാഡത്തെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ സമയം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തരും. മാഡം ഞങ്ങൾക്ക് ഈ അന്വേഷണ റിപ്പോർട്ട്, ഞങ്ങൾക്ക് ഇതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് മാഡം എപ്പോൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ സാധിക്കും, ബന്ധുക്കൾക്ക് ഞങ്ങൾക്കും? നമുക്കിപ്പോ ഇതിനകത്ത് ഫിസിഷ്യനും ഒരു ഡെപ്യൂട്ടി ഡി എം കൂടെ നാളെ രാവിലെ അന്വേഷിക്കും. നാളെ രാവിലെ അന്വേഷിച്ച് നാളെ ഉച്ചയ്ക്കുള്ളിൽ പറയാം. നാളെ അവിടുന്ന് കൊല്ലത്ത് നാൾ വരുമോ, ഇങ്ങോട്ട് ഉദ്യോഗസ്ഥന്മാർ വരുമോ, ഡി എം? അല്ല, ഞാൻ പറയുന്നത് മാഡം മറ്റുള്ളവരെ വിടാതെ മാഡം നേരിട്ടൊന്ന് വരണം. മാഡം ഈ എന്തായാലും മാഡത്തിൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലല്ലേ, അപ്പോൾ മാഡം ഇവിടെ സന്ദർശിക്കണം. ഇവിടെ ഇവിടെ നാഥനില്ല, ഇവിടെ ആരും നോക്കാനില്ല, സൂപ്രണ്ട് ലീവാണ്, എന്നും ലീവാണ്. അപ്പോൾ ആ തരത്തിൽ ഇവിടെ എന്താ പറയുക, എന്നും ഒരു അനാസ്ഥ, മരണങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. മാഡത്തിൻ്റെ വിസിറ്റ് ഉണ്ടാവണം, അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്. ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നത്, നഗരസഭയുടെ അധികാരികളോ അല്ലെങ്കിൽ ആശുപത്രി അധികാരികളോ ആരും നോക്കാനില്ല. ഇവിടെ ഒരാൾ ഒരു മരണം സംഭവിച്ചാലും ഇവിടെ എന്ത് സംഭവിച്ചാലും ഇവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ല. മാഡത്തിന് ഒരു ബന്ധനദാസ് ഡോക്ടർ കൊല്ലപ്പെട്ട് അറിയാമല്ലോ. അതെ അതെ, അതറിയാം. നമുക്ക് വിജിലൻസ് ഡെപ്യൂട്ടി ഡി എംഒ ആണ് പ്രോട്ടോകോൾ പ്രകാരം വരേണ്ടത്. അപ്പൊ നാളെ വിജിലൻസിന്റെ ഡെപ്യൂട്ടി ഡി എംഒ രാവിലെ 10 മണിക്ക് അവിടെ എത്തും. ഓക്കെ, ഞങ്ങളും കാണും മാഡം, ആ സമയത്ത് ഞങ്ങളിവിടെ കാണും മാഡം, ഉറപ്പായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് നീതി ലഭ്യമാകണം. നീതി ലഭ്യമായാൽ ഡി എം ഒക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ വിഷയത്തിൽ ബന്ധുക്കൾക്കും ഈ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി ലഭ്യമായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം, ഞങ്ങൾ ഡി എം ഒ ഓഫീസിലോട്ടാണ്, ഞങ്ങൾ ഡി എം ഒയെ ഖരാവോ ചെയ്യും. ഞങ്ങൾ കൊല്ലത്ത് ഇവിടെ അല്ല, ഇവിടെ ഇനി ഇവമാരും ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങൾ മാഡത്തിൻ്റെ ഓഫീസിൽ വന്ന് ഞങ്ങൾ മാഡത്തെ ഉപരോധിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ മാഡം വേണ്ട നടപടി സ്വീകരിക്കുന്ന വിശ്വാസം. 10 മണിയാകുമ്പോൾ വരും. നാളെ ഉച്ചയ്ക്കുള്ളിൽ നമ്മൾ ഓക്കെ തൽക്കാലം മാഡത്തെ വിശ്വസിക്കുന്നു. മാഡം പറഞ്ഞത് കൊല്ലത്ത് ഡി എം ഒ പറഞ്ഞ് നാളെ അവരുടെ വിജിലൻസ് ഡി എം ഒ അദ്ദേഹം ഇവിടെ വന്ന് കൃത്യമായി അതിനകത്ത് അന്വേഷിക്കുന്നു പറഞ്ഞു. ഇവർക്കല്ലേ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, ഇവരുടെ അധികാരികളുടെ പൈസ വാങ്ങിച്ച് നിൽക്കുന്ന ഇവരുടെ സംസാരിച്ചിട്ട് കാര്യമില്ല, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയാം. പക്ഷേ ഡി എം ഒ ഞാൻ ഉറപ്പ് വന്നിട്ടുള്ളത് നാളെ രാവിലെ വിജിലൻസിൻ്റെ ഡി എം ഒ ഇവിടെ വന്ന് കൃത്യമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ, സർക്കാർ തല നടപടി, ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടികൾ എടുക്കുമെന്ന് ഉറപ്പിൽ ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടാവും, ബന്ധുക്കളും ഇവിടെ ഉണ്ടാകണം. നാളെ 10 മണിക്ക് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ, അത് കഴിഞ്ഞാണ് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ബോഡി കൊണ്ടു, അല്ലെങ്കിൽ നമ്മളിവിടെ ആ തരത്തിൽ നമ്മൾ പ്രക്ഷോഭം ശവശരീരവുമായി ഇവിടെ പോകും, നമ്മൾ പ്രതിഷേധം. യാതൊരു സംശയമില്ല. ഇനി ഒരാൾക്ക് ഇവിടെ ഇത് ഉണ്ടാവാൻ പാടില്ല. വളരെ മൃഗീയമായി, വളരെ ദയനീയമായി, വളരെ ക്രൂരതയാണ് സംഭവിച്ചിട്ടുള്ളത്. കൊട്ടാരം താലൂക്ക് ആശുപത്രി ഒരു കൊലപാതക കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇത് മാറണം, ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം. പിന്നെ സമാധാനം പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് നാളെ 10 മണിയാകുമ്പോൾ എല്ലാം കൂടുക, അല്ലെങ്കിൽ ബോഡി ഇവിടെ കൊണ്ടുപോയി ധർണ നടത്തുക. പറഞ്ഞായിരുന്നു അന്ന് ടെസ്റ്റ് നോക്കണം പറഞ്ഞ് നോക്കി, പിന്നെ അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. എന്തോ രോഗിയുടെ കൂടെ അതിൻ്റെ ഭാര്യയും അതിൻ്റെ അമ്മയുള്ളായിരുന്നു, അവരൊക്കെ വീട്ടിൽ പോയി. അത് ഇത്ര ഇവിടെ ഇതില്ലല്ലോ, കാർഡിയാക്കിൻ്റെ ഇതില്ല. പിന്നെ അവർ ഇവിടെ ഇട്ട് ചികിത്സിക്കേണ്ട കാര്യമില്ല, അവർ അപ്പോഴേ റെഫർ ചെയ്യാവുന്ന കേസേ ഉള്ളായിരുന്നു. ബന്ധുക്കൾ ആവശ്യപ്പെട്ട് വിടാൻ പറഞ്ഞൊക്കെ വിട്ടില്ല. എൻ്റെ ഭാര്യയും പറഞ്ഞു വിടാൻ പറഞ്ഞു, ആ മരിച്ച ആൾ തന്നെ പറഞ്ഞു എന്നെ ഇവിടുന്ന് വിടാൻ പറഞ്ഞൊക്കെ വിട്ടില്ല, നമ്മൾ ടെസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞു. മരണപ്പെട്ടത് 10 മണി 10:10 ആയി.